ഹലോ എവരിവൺ. പിൻസ്പെയറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് LP-UPയുടെ സൈക്കോളജി ഭാഗത്തു നിന്ന് വന്ന 10 മുൻവർഷ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അധികം സമയം കളയാതെ നമ്മുടെ സെഷനിലേക്ക് കടക്കുകയാണ്. ആദ്യം 10 ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടും. അതിനുശേഷം ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞുകൊണ്ടായിരിക്കും ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 10 ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്ന് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ സ്വയം കണ്ടെത്തി നോക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് ഉത്തരം കണ്ടെത്താൻ അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഇനി ജസ്റ്റ് ഒന്ന് കേട്ട് വിട്ടാൽ മതി എന്ന് താല്പര്യമുള്ള ആളുകൾ ആദ്യത്തെ ആ ഒരു സെഷൻ സ്കിപ്പ് ചെയ്തിട്ട് അവസാനം ഉത്തരം പറയുന്നത് മാത്രം നിങ്ങൾക്ക് കാണാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഓരോന്ന് ഞാൻ വായിച്ചിട്ട് അതിന് ആവശ്യമായിട്ടുള്ള വിശദീകരണങ്ങൾ മാത്രം കൊടുത്തു പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ വില്യം വൂണ്ട് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. വില്യം വൂണ്ട് ആണ്. അദ്ദേഹം ജർമ്മനിയിലെ ലെപ്സിഗിലാണ് ആ ഒരു മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ വില്യം വൂണ്ട് ആണ്. പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാലും വില്യം വൂണ്ട് ആണ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന മനഃശാസ്ത്ര ഗവേഷണ ഉപാധി ആദ്യമായിട്ട് ഉപയോഗിച്ചത് അല്ലെങ്കിൽ അതിന് ഊന്നൽ നൽകിയത് വില്യം വൂണ്ട് ആണ്. രണ്ടാമത്തെ ചോദ്യം, ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇതിന്റെ ഉത്തരം ആൽഫ്രഡ് ബിനെയാണ് കേട്ടോ. ആൽഫ്രഡ് ബിനെയും സൈമണും ചേർന്നാണ് ആദ്യമായിട്ട് വിജയകരമായിട്ട് ഒരു ബുദ്ധി പരീക്ഷ സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത്. പിന്നീട് ഇതിനകത്ത് ലോയിസ് ടെർമൻ, ആദ്യത്തെ ഓപ്ഷനിൽ ഒരു പേര് കണ്ടിട്ടുണ്ട്, ലോയിസ് ടെർമൻ. അദ്ദേഹം ഈ ഒരു സ്കെയിലിൽ കൂടുതൽ കണ്ടെത്തലുകൾ നടത്തി പരിഷ്കരിച്ച ആളാണ് ലോയിസ് ടെർമൻ. ലൂയിസ് ടെർമന്റെ ഒരു IQ ചാർട്ടൊക്കെ ഉണ്ട്, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മുടെ എക്സാമിന് വളരെയധികം ആവശ്യമുള്ളതാണ്. ശേഷം പറയുന്ന ആളുകളെല്ലാം ബുദ്ധി തത്വങ്ങളുമായിട്ടും അതിനോടനുബന്ധമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. മെന്റൽ ഏജ്, മാനസിക വയസ്സ് എന്ന സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞതും ആൽഫ്രഡ് ബിനെയാണ്. ഇതിനടുത്ത ചോദ്യം, അഭിക്ഷമത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് എല്ലാം വായിക്കുന്നില്ല, ഞാൻ ഉത്തരം മാത്രം പറയുകയാണ്. ഓപ്ഷൻ സി ആണ്. നിലവിൽ നമ്മൾ പരിശീലനം കൊടുത്തത് കൊണ്ട് അയാൾക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതുകൊണ്ടാണ്. നമ്മളൊരു ട്രെയിനിങ് കൊടുത്തിട്ട് ആ ഒരു ട്രെയിനിങ് കാരണമായിട്ട് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് അഭിക്ഷമത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്രിയേറ്റിവിറ്റിയെ കുറിച്ചുള്ള ചോദ്യമാണ്. സർഗാത്മകത വളർത്താൻ അനുയോജ്യമല്ലാത്ത പ്രവൃത്തി ഏത്? അപ്പൊ അനുയോജ്യമല്ലാത്തത് ഏതെന്ന ചോദ്യം. സോ നമുക്ക് ഓരോന്നും ഞാനൊന്ന് വായിക്കുകയാണ്, കാരണം ഒരെണ്ണം ഇതിനോട് യോജിക്കുന്നതല്ല. മറ്റു മൂന്നും സർഗാത്മകതയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പുതുതായിട്ട് ചെയ്യാൻ, ഒറിജിനൽ ആയിട്ട് ചെയ്യാൻ അഥവാ മൗലികമായിട്ട് ചെയ്യാനുള്ള കഴിവാണ് സർഗാത്മകത എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഒന്ന് വായിച്ചു നോക്കൂ. മാതൃകകൾ നൽകുകയും ഔപചാരിക അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്യുക. നമുക്കത് എന്ത് പറയാം? ഇതിനുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് നമുക്ക് പറയാമോ? ബി കൂടി നോക്കാം. ഗതാനുഗതിത്വവും യാന്ത്രികതയും ഒഴിവാക്കുക. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഓർഡറിൽ പോകുന്നത് ഒഴിവാക്കുക. അപ്പൊ അത് സർഗാത്മകതയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. ദെൻ നിർഭയമായി സംശയങ്ങൾ ചോദിക്കാൻ സ്വാതന്ത്ര്യം നൽകുക. അതും സർഗാത്മകതയ്ക്ക് പറ്റിയ കാര്യമാണ് അല്ലെ. കുട്ടികൾക്ക് പരമാവധി സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുക. പല വിധത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ക്ഷണിക്കുക അല്ലെ. സർഗാത്മകത എന്ന് പറയുന്നത് കുട്ടികളെ നിന്നും പലതരത്തിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും, അതെല്ലാം നമ്മൾ ക്ഷണിക്കുകയാണ്. സോ അതും ഓക്കെയാണ്. ആദ്യത്തത് നോക്കുന്ന സമയത്ത് മാതൃകകൾ നൽകുക. അപ്പൊ ഒരു മോഡലിനെ നൽകുമ്പോൾ കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അവിടെ കുട്ടികളുടെ മൗലികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് വരുന്നില്ല അല്ലെ.
എപ്പോഴും ഒഫീഷ്യലായിട്ട് ചെയ്യാൻ നിന്നാൽ കുട്ടികൾക്ക് ഒരു സൗഹൃദ അന്തരീക്ഷം വരില്ല, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. സോ ഓപ്ഷൻ എ ആണ് സർഗാത്മകതയുടെ അനുയോജ്യമായിട്ടുള്ള പ്രവൃത്തിയിൽ ഉൾപ്പെടാത്തത്. ഇതിനടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എബ്രഹാം മാസ്ലോ അവതരിപ്പിക്കുന്ന മനുഷ്യാവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഏറ്റവും ഉയർന്നത് ആത്മസാക്ഷാത്കാരമാണ് അല്ലെ, ഏറ്റവും താഴെ വരുന്നത് ശാരീരിക ആവശ്യങ്ങളാണ്. അപ്പൊ ആ ഒരു ക്രമം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ അടുത്തൊരു ചോദ്യം ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നു. പിയാഷയുടെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് ഘട്ടത്തിലാണ്? പിയാഷയുടെ 4 ഘട്ടങ്ങളുണ്ട്. 4 ഘട്ടങ്ങളുടെയും പേര് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൽ ഒന്നാമത്തത് പ്രാഗ് സക്രിയ ഘട്ടം എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്നാണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അതിന്റെ മറ്റൊരു പദമാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് പ്രാഗ് സക്രിയ ഘട്ടം. ഈ പ്രാഗ് സക്രിയ ഘട്ടത്തിലാണ് കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നത് അല്ലെ, സചേതന ചിന്ത വരുന്നത്, കുട്ടിയിൽ പ്രതീകാത്മകത ചിന്ത വരുന്നത്. അതെല്ലാം ഈ ഒരു പ്രാഗ് മനോവ്യാപാര ഘട്ടം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ച ടേം പല രീതികളിൽ PSC മാറ്റി മാറ്റി ചോദിക്കാം. അപ്പോഴൊന്നും കൺഫ്യൂഷൻ വരാതെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയണം. അടുത്തത് ബഹുതല ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് കളിമൺ രൂപം നിർമ്മിക്കുന്ന ഒരു കുട്ടിയിൽ പ്രകടമായി കാണുന്ന ബുദ്ധിയുടെ തലം. ബഹുമുഖ ബുദ്ധി എന്ന ഏരിയയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഒരു കളിമൺ രൂപം നിർമ്മിക്കുന്ന കുട്ടി അവന്റെ ഏത് തലത്തിലുള്ള ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം വരുന്നത്. ദൃശ്യസ്ഥലപരമായിട്ടുള്ള ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. പ്രതിമ നിർമ്മിക്കുന്നതിന് വേണ്ടി, ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെല്ലാം ദൃശ്യസ്ഥലപരമായിട്ടുള്ള ബുദ്ധിയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ. ഇപ്പൊ വൈകാരിക ബുദ്ധി എന്ന ചോദ്യം കാണുന്ന സമയത്ത് ആദ്യം ഡാനിയൽ ഗോൾമാൻ ഉണ്ടോ എന്ന് നോക്കുക. ഡാനിയൽ ഗോൾമാൻ ഉണ്ട്. അപ്പൊ ഡാനിയൽ ഗോൾമാൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ആദ്യം ഈ വൈകാരിക ബുദ്ധിയെ കുറിച്ചൊക്കെ ആശയങ്ങൾ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് പീറ്റർ സലോവി, ജോൺ നെയർ ഒക്കെ ആണെന്ന് ചില ടെക്സ്റ്റുകൾ നമ്മുടെ DL ടെക്സ്റ്റ് ബുക്കിലൊക്കെ തന്നെ കാണാം. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എന്തായാലും ആ ഒരു പേരില്ല. സോ പിന്നീട് നമ്മുടെ ഉത്തരം ഗോൾമാൻ, ഡാനിയൽ ഗോൾമാൻ ആണ് ഇത് വളരെയധികം പ്രചാരത്തിലേക്ക് കൊണ്ടുവന്നത്. വൈകാരിക മാനത്തെ കുറിച്ചൊക്കെ പ്രസ്താവിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. അടുത്ത ചോദ്യം സമായോജന തന്ത്രം എന്നതിൽ നിന്നുള്ളതാണ് ചോദ്യം. വിരൽ നുകരൽ ഏത് സമായോജന തന്ത്രമാണോ? അപ്പൊ വിരൽ നുകരൽ എന്ന് പറയുന്നത് പ്രതിഗമനം അഥവാ റിഗ്രഷനിൽ പെട്ടതാണ്. റിഗ്രഷൻ, പ്രതിഗമനം എന്ന് പറയുന്നത് നമ്മുടെ വികാസ ഘട്ടത്തിന്റെ ഒരു സ്റ്റേജ് മറികടന്നതിന് ശേഷവും തൊട്ട് മുന്നിലുള്ള വികാസഘട്ടത്തിലെ ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിനാണ് പ്രതിഗമനം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 10 വയസ്സുള്ള ഒരു കുട്ടി 5 വയസ്സുള്ള കുട്ടിയുടെ ചില രീതികൾ കാണിക്കുക, ഇതിന് പ്രതിഗമനം എന്ന് പറയുന്നത്. അപ്പൊ വിരൽ നുകരൽ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ ചെയ്യുന്നതാണ്. അപ്പൊ വലുതായിട്ടും അവൻ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പ്രതിഗമനം അഥവാ റിഗ്രഷൻ ആണ്. അടുത്തൊരു ചോദ്യം, ബാലക സംപ്രത്യക്ഷണ പരീക്ഷ ഉപയോഗിക്കുന്നത് കുട്ടിയുടെ എന്തളക്കുന്നതിന് വേണ്ടിയാണ്? അപ്പൊ ഇവിടെ ബാലക സംപ്രത്യക്ഷണ പരീക്ഷ പേര് കണ്ട് കുറെ ആളുകളെങ്കിലും ഞെട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ബാലക സംപ്രത്യക്ഷണ പരീക്ഷ. ബാലക എന്ന് പറഞ്ഞാല് ചിൽഡ്രൻ, സംപ്രത്യക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പർസെപ്ഷൻ എന്നാണ്. പരീക്ഷ ടെസ്റ്റ്. അപ്പോൾ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാറ്റ്, ടാറ്റ്, ഇതെല്ലാം വ്യക്തിത്വത്തെ പഠിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സോ നമ്മൾ 10 ചോദ്യങ്ങൾ നോക്കി. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ സൈക്കോളജിയുടെ കൂടുതൽ ചോദ്യങ്ങൾ ചർച്ച ചെയ്യും. സൈക്കോളജി, ഫിലോസഫി, ഇംഗ്ലീഷ്, മലയാളം, പെഡഗോജി തുടങ്ങിയ ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ എല്ലാവർക്കും എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹാവ് എ നൈസ് ഡേ.